2021 ഇതേ ഗവൺമെൻറ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു ചോദിച്ചാൽ ചർച്ചിൻ്റെ ബിൽഡിങ്ങിന് പെർമിഷൻ കിട്ടുക എന്ന് പറയുന്നത് ബെന്തക്കോസ് സമൂഹത്തെ അനുസരിച്ച് വലിയൊരു പ്രശ്നമായിരുന്നു ഇവിടെ കേരളത്തിൽ. അതിനൊത്തിരി നമ്മൾ കളക്ടർ അടുത്ത് പോകണം, പിന്നെ NOC വേണം, എന്തൊക്കെ വിഷയങ്ങളായിരുന്നു. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പെന്തക്കോസ്ത് സഭകളെ ക്രിസ്തീയ സഭാ വിഭാഗമായി അംഗീകരിച്ച കേരള സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടന്ന ചർച്ചയിലാണ് ഈ വിഷയത്തിൽ കുറേ കാലമായി പെന്തക്കോസ്ത് വിശ്വാസികൾ ആഗ്രഹിച്ചിരുന്ന ഒരു പ്രധാന കാര്യമായിരുന്നു പെന്തക്കോസ്ത് സഭകളെ ക്രൈസ്തവ സഭാ വിഭാഗമായി അംഗീകരിക്കണമെന്നത്. ഇത്തരത്തിൽ ഒരു അംഗീകാരം ലഭിച്ചാൽ പെന്തക്കോസ്ത് സഭകൾ ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ആകും എന്ന് വിശ്വസിക്കാം. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപാണെങ്കിലും ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ ഗവൺമെൻറ് കാണിച്ച ആത്മാർത്ഥതയ്ക്ക് നന്ദി പറഞ്ഞേ മതിയാകൂ. മുഖ്യമന്ത്രിയെ കാണാൻ പോയവരെല്ലാം ഏതൊക്കെ പെന്തക്കോസ്ത് സഭകളെ പ്രതിനിധീകരിക്കുന്നു എന്നതിലല്ല, നമ്മുടെ വർഷങ്ങളായുള്ള ഒരാവശ്യത്തിന് മുൻപിൽ നടപടി ഉണ്ടായി എന്നതാണ് പ്രധാനം. TPM മുതൽ പ്രധാനപ്പെട്ട എല്ലാ പെന്തക്കോസ്ത് സഭകളെയും പ്രതിനിധീകരിക്കാൻ ആളുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട ആരംഭം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന ബിനോയ് വി ചാണ്ടപ്പിള്ള ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്നു. എൻ്റെ പേര് ബിനോയ് വി ചാണ്ടപ്പിള്ള. ഞാൻ അഡ്വക്കേറ്റാണ്. വീട് പത്തനാപുരത്താണ്. ഞാൻ 2007 എനിക്ക് ലങ് ക്യാൻസർ ആയിരുന്നു. അത് കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കിയാണ് ഞാൻ വിശ്വാസത്തിൽ വരുന്നതും കർത്താവിനെ അറിയുന്നതും. ഞാൻ ഹെവൻലി ഫീസ്റ്റ് സഭയിലാണ്. ഞാൻ അന്ന് വന്ന കാലം മുതൽ ബെന്തക്കോസ്ത് സമൂഹവുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ ഞാൻ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അവരുടെ നിരവധി പ്രശ്നങ്ങൾ പലരും എന്ന് പറയുകയും ചെയ്ത സമയത്താണ് ഒരു കാര്യം എനിക്ക് പിടികിട്ടിയത്. ബെന്തക്കോസ്ത് സമൂഹത്തിന് സഭയായിട്ടൊരു അംഗീകാരം ഗവൺമെൻറ് തലത്തിൽ ഇല്ല. അതിൻ്റേതായ ഒത്തിരി പ്രശ്നങ്ങൾ ബെന്തക്കോസ്ത് സമൂഹം നേരിടുന്നുണ്ട്. ഒന്ന്, വിവാഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള പ്രശ്നം, അതുപോലെ ശവസംസ്കാരം, കല്ലറയ്ക്കുള്ള പ്രശ്നം, ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ് കിട്ടാനുള്ള പ്രശ്നം, ഇതെല്ലാം നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരിക്കുകയായിരുന്നു ബെന്തക്കോസ്ത് സഭകൾ. ആ സമയത്താണ് അറിയുന്നത് ഇതിൻ്റെ സഭാ നേതാക്കന്മാരെല്ലാം പലതവണകളായി ഇതിനുവേണ്ടി ശ്രമിച്ചു. 30 വർഷത്തിലധികമായി ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു പല നീക്കങ്ങളും നമ്മളും പലപ്പോഴും നടത്തിയിട്ടും കാര്യം ഒരു സംഘടിത കൂട്ടമല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ ചില ആശയ പ്രശ്നമുള്ളത് കൊണ്ട് സംഘടിതമായി നിൽക്കാത്തത് കൊണ്ട് തന്നെ അത് രാഷ്ട്രീയക്കാർ അതിനെ ആ രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അതിങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഞാനായിരിക്കുന്ന സഭയുടെ അധ്യക്ഷൻ തങ്കു ബ്രദർ ഇതിനുവേണ്ടി ഒത്തിരി ശ്രമിച്ച ആളാണ്. കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് തങ്കു ബ്രദർ, ഞാനിപ്പോൾ അമേരിക്കയിലാണ്, അമേരിക്കയിലെ സഭയുടെ ചാർജാണ്, നോർത്ത് അമേരിക്കൻ സഭയുടെ ചാർജ്. എനിക്ക് ന്യൂയോർക്കിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ഒരു 2 ആഴ്ച മുമ്പ് തങ്കു ബ്രദർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു നീക്കം നടക്കുന്നുണ്ട്. അപ്പം മിനിസ്റ്റർ വാസവനുമായിട്ട് സംസാരിച്ചു. വാസവൻ മിനിസ്റ്റർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, കാര്യങ്ങളെല്ലാം അവരെ ധരിപ്പിച്ചു. അവരെ അതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കിയപ്പം വാസവ മിനിസ്റ്റർ CM-നോട് പറഞ്ഞു, ചീഫ് മിനിസ്റ്ററോട് പറഞ്ഞു പിണറായി വിജയൻ സഖാവ് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പുള്ളി ഏറ്റു. പക്ഷെ ഒറ്റ ഒരു കാര്യമുള്ളൂ, എല്ലാ ചർച്ച് ലീഡേഴ്സും ഒന്നിച്ചു വന്ന് അവരെ കാണണം. അതായത് പലരും ഈ ബെന്തക്കോസ്തിൻ്റെ പേരിൽ പലരും പോയി ഞാനാണ് ആളെന്നും പറഞ്ഞ് കാണുന്നത്. അതിന് ഒരു ലീഡർ ഇല്ലാതെ നിൽക്കുന്ന ഒരു കാലമായിരുന്നത്. ആ സമയത്താണ് അവർ പറയുന്നത് ആരാ ഇതിൻ്റെ യഥാർത്ഥ ലീഡേഴ്സ്, അവരാ കാണേണ്ടത്. അപ്പോൾ മെയിൻ സ്ട്രീമിലുള്ള ചർച്ചസിൻ്റെ ലീഡേഴ്സിനെല്ലാം കൂടെ ഒന്നിച്ചു വന്ന് കണ്ടാൽ ഇത് ഞങ്ങൾ നടത്തി തരാമെന്നൊരു ഉറപ്പ് തങ്കുബറിന് അവർ കൊടുത്തു. തങ്കുബർ അപ്പോൾ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു, എന്നോട് പറഞ്ഞു പെട്ടെന്ന് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തൊട്ട് പിറ്റേ ദിവസം തന്നെ അമേരിക്കയിൽ നിന്ന് നാട്ടിലോട്ട് വരിക. നാട്ടിൽ വന്നു ഇത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോഴാണ് PCI, പെന്തക്കോസ്ത് കൗൺസിൽ ഓഫ് ഇന്ത്യ, ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടു. അതിനകത്ത് പ്രസിഡന്റ് J. ജോസഫ് പാസ്റ്ററാണ് ചർച്ച് ഓഫ് ഗോഡിലെ, സെക്രട്ടറി ജോജി ഐപ്പ് IPCയിലെ, അതുപോലെ ട്രഷറർ ജിനു വർഗീസ് AGയിലുള്ള. ഇവരെ ഞാൻ കണ്ടു, ഞങ്ങൾ സംസാരിച്ചു. പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട്, കാര്യം നമുക്ക് സമയം അധികമില്ല, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നു, ആകെ നമ്മുടെ മുമ്പിൽ 7 ദിവസമേ ഉള്ളൂ. അതിനു മുമ്പ് CM നമുക്ക് അപ്പോയിൻമെൻറ്റ് തരികയും ചെയ്തു 3-ാം തീയതി. അതിനു മുമ്പ് ഞാൻ 23-ാം തീയതി ഇവിടെ വരുന്നത്, നമുക്ക് അതിനു മുമ്പ് ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്യണം. നമുക്കറിയാം ഇത്രയും സഭാ മേലധ്യക്ഷന്മാരെ ഒന്നിച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക്കാണ്. എന്നുവെച്ചാൽ സമയം അവർക്ക് പല പ്രോഗ്രാമുള്ളവരാണ്. പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾ 4 പേരും കൂടെ എല്ലാ സഭാ നേതാക്കന്മാരെയും IPC, AG, ചർച്ച് ഓഫ് ഗോഡ്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, ഷാരോണ്, WME, പിന്നെ ഇന്റർനാഷണൽ പെന്തക്കോസ്ത് ചർച്ച്, ബഥേൽ അസംബ്ലി, ഒത്തിരി അന്ന് സഭയിലെ ചെറുതും വലുതുമായ സഭയുടെ അധ്യക്ഷന്മാരെല്ലാവരെയും നേരിട്ട് പോയി കണ്ടു. അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, അവരെ ബോധ്യപ്പെടുത്തി. എന്തായാലും 5 ദിവസം കൊണ്ട് എല്ലാവരും കോർഡിനേറ്റ് ചെയ്തു. എല്ലാവരും വരാമെന്ന് തീരുമാനിച്ചു. അതെല്ലാം കർത്താവിൻ്റെ കൃപയാണ്. എനിവേ കഴിഞ്ഞ 3-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് CM-ൻ്റെ
ക്ലിഫ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നമുക്ക് കാണാനുള്ള അവസരം തന്നു. നമ്മുടെ അദ്ദേഹം ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ, കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾ ഭരിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ നിങ്ങൾ പറ, അത് ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ പല സഹോദരങ്ങളും എഴുന്നേറ്റ്, പല പാസ്റ്റർമാർ എഴുന്നേറ്റ്, ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് ഉണ്ടായില്ല, ഞങ്ങൾക്ക് എല്ലാം നല്ലതായിട്ടേ വന്നിട്ടുള്ളൂ, നല്ല സഹായമായിരുന്നു ഗവൺമെൻറ് ഭാഗത്തുനിന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളുടെ ആശങ്കകൾ പറയാൻ പറഞ്ഞു, ആശങ്കകൾ പറഞ്ഞു. നടപ്പിലാക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഒക്കെ തന്നെ ഞാൻ ഉടനെ തന്നെ ചെയ്യാം, ബാക്കി നമുക്ക് പിന്നെ പരിശോധിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ ആവശ്യം സഭയായിട്ട് അംഗീകരിക്കുക, ബന്ധക്കോസ്ത്, അതായിരുന്നു നമ്മുടെ പ്രധാന ആവശ്യം. 2 ബന്ധക്കോസ്ത് ബോർഡ് അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും. പരിവർത്തന ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർ ബുദ്ധിമുട്ടുന്ന നിരവധി പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാരം, ഇതെല്ലാം പറഞ്ഞു. ഏതായാലും ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ വലിയൊരു സ്റ്റാൻഡ്, വലിയൊരു തീരുമാനം ഗവൺമെൻറ് എടുത്തു എന്നുള്ളത് വളരെയധികം ശ്ലാഘനീയമായ കാര്യമാണ്. തന്നെ നമുക്കിതിനകത്ത് ബന്ധക്കോസ്ത് സമൂഹത്തിനായിട്ട് വലിയ അംഗീകാരം എന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്തീയ സഭയായി സമൂഹമായിട്ട് നമ്മൾ അംഗീകരിച്ചു. കാരണം JV കോശി കമ്മീഷൻ വന്നപ്പം അതിനകത്ത് ക്രിസ്തീയ സഭകൾക്കും ക്രിസ്ത്യാനികൾക്കുമെല്ലാം ആനുകൂല്യമുണ്ട്. പക്ഷെ അതിനകത്ത് പറഞ്ഞേക്കുന്ന വേർഡ് ക്രിസ്ത്യൻ എന്നാണ്. ബന്ധക്കോസ്ത് സമൂഹം ക്രിസ്ത്യൻ എന്ന വേർഡിനകത്ത് വരത്തില്ല. അതാണ് നമ്മുടെ ഏക ആവശ്യം. നമ്മളെ ക്രിസ്ത്യനായിട്ട് അംഗീകരിക്കണം, ക്രിസ്ത്യ സഭയായിട്ട് അംഗീകരിക്കണം. അതും ഈ തീരുമാനത്തിൽ ക്രിസ്തീയ സഭയായി ക്രിസ്ത്യനായിട്ട് ബന്ധക്കോസ്ത് സമൂഹത്തെ അംഗീകരിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആർക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് നോംസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സഭകൾക്കാണ്. നമ്മളിപ്പം ബന്ധക്കോസ്ത് സഭകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒത്തിരി സഭകളുണ്ട്, പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നോംസ് അനുസരിച്ച് നമ്മൾ രജിസ്റ്റർ, ഇനിയിപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്തതിന് പ്രശ്നമില്ല, സഭയായിട്ട് അംഗീകരിച്ച് നമുക്കിത് ചെയ്യാം. അത് നോംസ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സഭകൾക്ക് ഇതിൻ്റെ എല്ലാ ആനുകൂല്യം കിട്ടും. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാനുള്ളത്, 2021 ഇതേ ഗവൺമെൻറ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു ചോദിച്ചാൽ ചർച്ചിൻ്റെ ബിൽഡിങ്ങിന് പെർമിഷൻ കിട്ടുക എന്ന് പറയുന്നത് ബന്ധക്കോസ്ത് സമൂഹത്തെ അനുസരിച്ച് വലിയൊരു പ്രശ്നമായിരുന്നു ഇവിടെ കേരളത്തിൽ. അതിനൊത്തിരി നമ്മൾ കളക്ടർ അടുത്ത് പോകണം, പിന്നെ NOC വേണം, എന്തൊക്കെ വിഷയങ്ങളായിരുന്നു. ഇപ്പം കഴിഞ്ഞ 2021 LDF ഗവൺമെൻറ് തന്നെ അത് മാറ്റിയെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എടുത്ത തീരുമാനം ചർച്ചിൻ്റെ ബിൽഡിങ്ങിൻ്റെ പെർമിഷൻ ഇനി കളക്ടർ അനുമതിയുടെ ആവശ്യമില്ല, പഞ്ചായത്ത് ഭരണസമിതിക്ക് ചെയ്യാം. അന്ന് CMൻ്റെ അടുത്ത് വന്നപ്പം നിരവധി പാസ്റ്റർമാർ എണ്ണീച്ച് CMനോട് ആ കാര്യത്തിന് നന്ദി പറയുന്നത് ഞാൻ കേട്ടു. കാരണം ഞങ്ങൾക്കും അതേ അവസ്ഥകളുണ്ട്. പക്ഷേ പഞ്ചായത്തിന് ചെയ്യാമെന്നായപ്പോഴത്തേക്കും നിരവധി സഭകൾക്ക് രജിസ്ട്രേഷൻ, അതിനു മുമ്പ് കിട്ടായിരുന്ന നിരവധി ആയിരക്കണക്കിന് സഭകൾക്ക് രജിസ്ട്രേഷൻ ലഭിച്ചു. അങ്ങനെ വലിയ കാര്യം ഇതിനു മുമ്പേ തന്നെ ഗവൺമെൻറ് ചെയ്തു. ഇപ്പം ഈ കാര്യം, അതുകൊണ്ട് നിങ്ങൾ എന്നെ കേൾക്കുന്നവർ നിങ്ങളുടെ സഭയുടെ ഓഡിറ്റ് കണക്ക് കാര്യങ്ങൾ എല്ലാം നോംസ് അനുസരിച്ച്, ഗവൺമെൻറ് നോംസ് അനുസരിച്ച് നിങ്ങൾ റെഡിയാക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ആനുകൂല്യം മൊത്തം നമുക്ക് ലഭിക്കും. ഇപ്പം തന്നെ സഭയെന്നുള്ളത് ഗവൺമെൻറ് അംഗീകരിച്ച് കഴിഞ്ഞു. ഇനിയും ബാക്കി ഇതിന് പുറകാലെ വരുന്ന ബോർഡുണ്ട്, ഇതിന് പുറകാലെ വരുന്ന പല ആനുകൂല്യമുണ്ട്. അത് പരിവർത്തന ക്രൈസ്തവരെ പിന്നെ സഭ ക്രിസ്തീയ സമൂഹമായിട്ട് അംഗീകരിക്കുന്ന കാര്യമുണ്ട്. അതൊക്കെ പെട്ടെന്ന് ഗവൺമെൻറ് തീരുമാനിക്കാൻ പറ്റുന്നതല്ല. അതിനുവേണ്ടി ഗവൺമെൻറ് ഒരു 3 അംഗ IAS കമ്മീഷൻ വെച്ചിട്ടുണ്ട്. അതിന് തീരുമാനം വന്നാൽ ഉടൻ തന്നെ അതും അംഗീകരിക്കുമെന്ന് CM നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഗവൺമെൻറ്റിനെ പറഞ്ഞാൽ അവർ ആയതുകൊണ്ട് തന്നെയാണ് ഇത് എടുത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ തൻ്റെയോടും അതേപോലെ ധൈര്യം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റൂ. അതിന് കർത്താവിനെല്ലാം നന്ദിയും അറിയിക്കുക. വന്ന എല്ലാ പാസ്റ്റർമാർക്കും നന്ദി അറിയിക്കുന്നു.